Hi friends, welcome back to Vidya's Recipe. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്റ്റാർട്ടർ ആണ്. അത് മഷ്റൂം വെച്ചിട്ട് മഷ്റൂം 65 ആണ് ചെയ്യുന്നത്. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ആണെന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യുന്നതിന്. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുട്ടികളും ഹസ്ബൻഡും ഒക്കെ വീട്ടിലില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം എൻ്റെ വീട്ടിലെ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ അവിയൽ പരുവത്തിലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം അധികം വാചകം അടിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ടർ തയ്യാറാക്കാം. അപ്പം മഷ്റൂം 65 തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ഫസ്റ്റിലെ നോക്കാം. അപ്പം മഷ്റൂം എടുത്തിട്ടുണ്ട്, ഇതൊരു 200 ഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വഴിയെ കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ എഗ്ഗ് രണ്ടും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഉപ്പിൻ്റെ ഒന്നും ടേസ്റ്റിൻ്റെ കാര്യം നിങ്ങളോട് പറയണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. എത്ര ഉപ്പ് വേണം, എങ്ങനെ വേണമെന്നൊക്കെ നമുക്കിഷ്ടമുള്ള പോലെ ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒട്ട് കട്ടയൊന്നും ഇല്ലാണ്ട്. ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. എന്നാലും നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫും എടുത്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റിലത്തെ ഒരു മിനുക്ക് പണിക്ക് വേണ്ടിയാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇനി ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണയുടെ ആകുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുൻപിൽ നിൽക്കും, അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ സാവകാശം ഒരെണ്ണം എടുക്കുക, ഇതുപോലെ മുക്കുക, തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇടുക എന്നൊക്കെ കേൾക്കുമ്പം ആകെ കൂടി ബോറല്ലേ. എന്തിനാണാവോ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സൗകര്യത്തിന് അത് മൊത്തം എടുത്ത് ഇതിലേക്ക് ഇടുക, ഒന്നിച്ച് വരട്ടുക, എന്നിട്ട് എണ്ണയിലോട്ടിടുക, ഒന്നിച്ച് പൊരിച്ചെടുക്കുക. എത്ര സിമ്പിളായിട്ട് കാര്യം കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് സാവകാശം ഇതേക്ക് മുക്കുക, ഇടുക എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. എല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും സ്ലോയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കാണിക്കുന്നത്. ഇപ്പം ശരിക്കും ഞാൻ എങ്ങനെ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളത് ഇപ്പം കാണിച്ചു തരാം. നമ്മൾ എത്രയൊക്കെ വീഡിയോ കണ്ടാലും നമ്മുടെ സ്റ്റൈലിൽ മാത്രമേ നമ്മൾ കുക്ക് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പം മുമ്പേ കണ്ടതിൻ്റെ ഒറിജിനൽ വെർഷൻ ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ മാവിലൊക്കെ മുക്കിയിടണമെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിടുക, എന്നിട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ എന്തായാലും ഇത് പൊരിച്ച് കിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടുന്നതല്ലേ നല്ലത്, അല്ലാതെ ഓരോന്നോരോന്ന് മുക്കിയിടാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, അപ്പം നിങ്ങളെ ആദ്യമേ കാണിച്ച് പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കാണിച്ചതാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ സ്വഭാവമൊക്കെ പുറത്ത് വരത്തില്ലേ. ഇപ്പം നന്ദു ശിവൻ വന്ന് നോക്കിയിട്ട് പോയി. അവർക്ക് മനസ്സിലായി ഞാനിവിടെ എന്തോ ചെയ്യുകയാണെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഇപ്പോൾ KFCയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ടെന്നാണ്. നമ്മുടെ കോൺഫ്ലവറും എഗ്ഗും കൂടെ നന്നായിട്ട് എണ്ണയിലൊക്കെ അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ അത് വരുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടാൾ ഇവിടെ ചുറ്റിപ്പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതൊന്ന് ഒരു സെറ്റ് ഒന്ന് ആയിക്കോട്ടെ, അത് കഴിയുമ്പോൾ തരാമെന്ന് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക കുട്ടികൾക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് മഷ്റൂം. എന്ന് വെച്ചാൽ അത് എങ്ങനെ കറി വെച്ചാലും ഒരു ടേസ്റ്റില്ല. നമുക്ക് വലിയവർക്കാണെങ്കിൽ പോലും ഇഷ്ടമല്ല. പിന്നെ നമ്മളതിൽ തേങ്ങാപ്പാലും മസാലയൊക്കെ ചേർത്താണ് ഒരു തരത്തിലൊക്കെ ആക്കി എടുക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു വികാരവും ഇല്ലാത്ത ഒരു സാധനമാണ് മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാനിവിടെ ഇവർക്ക് നന്ദുനി ശിവയ്ക്ക് നേരത്തെ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇങ്ങ് മാറ്റട്ടെ. നിങ്ങളിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വല്ലതും വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ബാക്കിയുള്ള എണ്ണയുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പറ്റിക്കോളും. ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ എണ്ണ അരിപ്പയുണ്ടല്ലോ അതിലേക്ക് എടുത്താലും മതി. അപ്പോൾ ഉള്ള എണ്ണ താഴെ പൊക്കോളുമല്ലോ അങ്ങ്. ഇപ്പം നന്ദു ശിവ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിയിട്ട് പോയെന്നറിയാമോ. രണ്ടുപേരും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. ഇതൊന്ന് ആറിയിട്ട് വേണം രണ്ടാൾക്കും കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ അങ്ങ് പൊരിച്ചെടുക്കാം.
ഇപ്പം നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു സ്റ്റാർട്ടർ തയ്യാറാക്കാൻ പറ്റും. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടല്ലുണ്ടാക്കും. നമ്മുടെ മഷ്റൂം 65 റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ണൻചേട്ടൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമുക്കിത് കഴിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി മഷ്റൂം ഒന്നും അറിയത്തില്ല. ചിക്കൻ 65 സെയിം ടേസ്റ്റ് അല്ലേ? സൂപ്പറാ. ഇതൊരു സാധനം ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? കേട്ടിട്ടും പോലും ഇല്ല. അത് കുറച്ച് കൂടുതലാ. സൂപ്പർ സ്റ്റാർട്ടർ കേട്ടോ. ചായ വേണോ? ചായ വേണം. ഇതിനോട് ചായ കുടിച്ചാലേ ഇതിന്റെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞോളൂ. ഇനി ഒരു വീണ്ടും